ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നവംബർ മാസത്തിലെ നമ്മുടെ സ്റ്റേറ്റ് ഓൺലൈൻ വായ്പയോടുള്ള ബന്ധത്തിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് തന്ന നല്ല അവസരങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കാം. നമുക്ക് പ്രാർത്ഥിച്ച് ഈ മാസത്തെ ഓൺലൈൻ വായ്പയുടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കെല്ലാവർക്കും നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നല്ല സമേതനായ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ മാസം ഞങ്ങൾക്ക് ഓൺലൈൻ വായ്പയായി കൂടി വരുവാൻ അങ്ങ് തന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ സ്റ്റേറ്റ് വായ്പയുടെ പ്രവർത്തനങ്ങൾ, ഞങ്ങളുടെ ലോക്കൽ ചർച്ചുകളുടെ വായ്പയുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ നന്നായ രീതിയിൽ നടക്കുവാൻ കർത്താവ് ഇടയാക്കി. കർത്താവ് അതിന് നേതൃത്വം നൽകുന്ന ദേവദാസന്മാർ, YP സെക്രട്ടറിമാരെല്ലാവരെയും ഞങ്ങളുടെ കാര്യങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കും. കർത്താവേ, ഈ മാസത്തെ ഞങ്ങളുടെ പ്രോഗ്രാമുകളൊക്കെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടക്കുവാൻ ദൈവം ഇടയാക്കണം. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും, എല്ലാ YP സെക്രട്ടറിമാരെയും, ബോർഡ് അംഗങ്ങളെയും, YP ബോർഡ് അംഗങ്ങളെല്ലാം ഞങ്ങളുടെ കാര്യങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. നീ അവരെ സഹായിക്കണം. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ കർത്താവിൽ പ്രതിഫലമുള്ളതായി തീരുവാൻ മീഡിയ കർത്താവ് അവർ കഴിഞ്ഞ നാളിലുമൊക്കെ കാണിച്ച എല്ലാ സഹകരണത്തിനുമായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് തുടർന്നും അവിടെയുള്ള പ്രവർത്തനങ്ങളെല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവെ, ഇന്ന് നടക്കുന്ന ഈ പ്രോഗ്രാമുകളെ ഞങ്ങളുടെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഇത് ചെയ്യുന്ന പ്രോഗ്രാമുകൾ ചെയ്യുന്ന ദൈവദാസന്മാരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രോഗ്രാമുകളൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടക്കുവാൻ ദൈവം ഇടയാക്കണം. പ്രാർത്ഥനയായി സ്തോത്രം ചെയ്യുന്നു. യേശുനാമം തന്നെ, ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നവംബർ മാസത്തിലെ ഓൺലൈൻ വായ്പയോടനുബന്ധിച്ച് നമുക്ക് കൂടി വരുവാൻ കർത്താവ് നമ്മളെ ഇടയാക്കിയ ദൈവത്തിൻ്റെ ദയയ്ക്കായി, കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും, ഞങ്ങളെ ഈ വീഡിയോയിലൂടെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും YPയുടെ ഈ നവംബർ മാസത്തിലെ പ്രോഗ്രാമിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ നാളുകളിൽ YPയുടെ പ്രവർത്തനങ്ങളോടനുബന്ധിച്ച് ദൈവദാസന്മാർ, ദൈവമക്കൾ ഞങ്ങളോട് കാണിച്ച എല്ലാ സ്നേഹത്തിനും സഹായത്തിനുമായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഓൺലൈൻ YPയുടെ പ്രവർത്തനങ്ങളോടനുബന്ധിച്ച് നിങ്ങളുടെ പ്രോഗ്രാമുകൾ തക്ക സമയത്ത് ഷൂട്ട് ചെയ്ത് ഞങ്ങൾക്ക് അയച്ചു തരികയും ഒക്കെ ചെയ്ത, അതിന് നേതൃത്വം നൽകിയ ദൈവദാസന്മാർ, YP സെക്രട്ടറിമാർ എല്ലാവർക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുകയാണ്. തുടർന്നും എല്ലാ മാസങ്ങളിലും മുടങ്ങാതെ നിങ്ങളുടെ ചർച്ചുകളിൽ നടക്കുന്ന YPയുടെ പ്രോഗ്രാമുകൾ ഷൂട്ട് ചെയ്ത് ഞങ്ങൾക്ക് അയച്ചു തരുവാൻ നിങ്ങൾ ഉത്സാഹിക്കുക. ദൈവം നമ്മളെ ഒരുമിച്ച് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ മാസത്തിലെ ആദ്യത്തെ പ്രോഗ്രാമിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. ആദ്യത്തെ പ്രോഗ്രാം ഒരു സോളോ സോങ് ആണ്. അതിനുവേണ്ടി ചന്താപുര ചർച്ചിലെ സിസ്റ്റർ പ്രിൻസി സെബാസ്റ്റിനെ ക്ഷണിച്ചുകൊള്ളുന്നു. യേശു മരിയ
വളരെ മനോഹരമായി ഗാനം ആലപിച്ച പ്രിയ കർത്താവിൻ്റെ ദാസി പ്രിൻസി സിസ്റ്റിനെ നന്ദി അറിയിക്കുകയാണ്. പ്രിയ ദേവദാസി ദൈവം അനുഗ്രഹിക്കട്ടെ. അവിടെയുള്ള വൈപ്പിയുടെ പ്രവർത്തനങ്ങളെയും അവിടെയുള്ള ദേവദാസനെയും ദൈവസഭയും ഓർത്ത് വന്ദനം ചെയ്യുന്നു, നന്ദി അറിയിക്കുകയാണ്. അടുത്തതായി നമ്മളൊരു ആക്ഷൻ സോങ്ങിലേക്കാണ് പോകുന്നത്. സർജാപുര ചർച്ചിൽ നിന്ന് സിസ്റ്റർ ജെസിക്ക ഹന്ന അനീഷ് പ്രിയ പൈതലിനെ ആക്ഷൻ സോങ്ങിനായി ക്ഷണിക്കുന്നു. Your love untamed, its place in your streets will glow forever bright. Your glory's breaking through the night. You never feel away, you lost your state of sight. Shines on me every day. You never feel away, you lost your state of sight. Shines on me every day. വളരെ മനോഹരമായ രീതിയിൽ ആക്ഷൻ സോങ് ചെയ്ത പ്രിയ പൈതലിനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവിടെയുള്ള പ്രവർത്തനങ്ങളെയും അവിടെയുള്ള ദൈവദാസനെയും വൈപ്പിയുടെ പ്രവർത്തനങ്ങളൊക്കെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്തതായി നമ്മൾ 10 കമാൻഡ്മെൻറ്റ്സ് കേൾക്കുവാൻ വേണ്ടി പോവുകയാണ്. അതിനായി സിസ്റ്റർ ഏഞ്ചലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കോത്തന്നൂർ എബനേസർ ചർച്ചിൽ നിന്നുള്ള ഏഞ്ചലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. Praise the Lord. Today I am going to be telling the 10 commandments. Commandments are the laws given by God to everybody. Lord your God, you shall not have strange gods before me. You shall not take the name of the Lord your God in vain. You shall remember to keep holy the God's day. Honor your father and mother. You shall not kill. You shall not steal. You shall not commit adultery. You shall not bear
false witness against your neighbor. You shall not covet your neighbor's goods. You shall not covet your neighbor's wife. Thank you. 10 കൽപ്പനകൾ വളരെ മനോഹരമായ രീതിയിൽ അവതരിപ്പിച്ച പ്രിയ പൈതൽ ഏഞ്ചലിനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവിടെയുള്ള വൈപ്പിയുടെ പ്രവർത്തനങ്ങളെ, അവിടെയുള്ള ദേവദാസിനെ കുടുംബത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്തതായി നമ്മളൊരു ആക്ഷൻ സോങ്ങിലേക്കാണ് പോകുന്നത്. മുണ്ടുകോട് നമ്മുടെ ദൈവസഭയിലെ പ്രിയ സിസ്റ്റേഴ്സ് ലിഡിയ തോമസ്, സെറീന മോൻസി, നിസി ജോൺ ഇവർ അവതരിപ്പിക്കുന്ന ഒരു മനോഹരമായ ആക്ഷൻ സോങ്ങാണ് നമ്മൾ ശ്രവിക്കാൻ വേണ്ടി പോകുന്നത്. വളരെ മനോഹരമായ ആക്ഷൻ സോങ് ചെയ്ത പ്രിയ കുഞ്ഞുങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം മുണ്ടുകോട് ചർച്ചിലെ വൈപ്പിയുടെ പ്രവർത്തനങ്ങളെ, അവിടെയുള്ള ദൈവദാസനെയും കുടുംബത്തെയും ഈ തരണത്തിൽ ഓർക്കുകയാണ്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്തതായി നമ്മളൊരു ഭാവന കേൾക്കുവാൻ വേണ്ടി പോവുകയാണ്. അതിനായി പീനിയ ചർച്ചിലെ നമ്മുടെ പ്രിയ സഹോദരൻ പ്രിയ ജോർജ് തോമസിനെ ക്ഷണിച്ചുകൊള്ളുന്നു.
നാവിന്റെ ശാന്തത ജീവവൃക്ഷം. അതാണ് ഞാൻ ഇന്ന് ഭാവനയായിട്ട് അവതരിപ്പിക്കുന്നത്. മനുഷ്യന് കുതിരയുടെ വായിൽ കടിഞ്ഞാണിട്ട് അതിന്റെ ശരീരം മുഴുവൻ നിയന്ത്രിക്കുക. അതുപോലെ നമ്മുടെ വാക്കിൽ തെറ്റാതെ നമ്മുടെ ശരീരം മുഴുവനും നിയന്ത്രണ വിധേയമാണ്. എന്റെ ഭാവനയിൽ കടക്കുന്നതിന് മുമ്പ് നാവിനെ പറ്റി അല്പം വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യന് മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഇവയെല്ലാം നമുക്ക് മെരുക്കിയെടുക്കാൻ പറ്റും. എന്നാൽ നാവിനെയോ മനുഷ്യർക്ക് മെരുക്കുവാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ്. മനുഷ്യനെ നരകത്തിലെത്തിക്കാൻ, ദേഹത്തെ മൊത്തം മലിനമാക്കുവാനും നമ്മുടെ ഈ ചെറിയ നാവ് ഒരു തീയായിട്ട് പ്രവർത്തിക്കുന്നു. നാവ് വളരെ വാക്കു പറയുന്ന ഒരു അവയവമാണ്. നാവ് കൊണ്ട് നല്ല ഗുണങ്ങളുണ്ട്. ഉദാഹരണം, ഒത്തിരി ചിരിപ്പിക്കുവാൻ കഴിയും. അതുപോലെ തന്നെ ഒത്തിരി കരയിപ്പിക്കുവാനും നമ്മുടെ നാവാൻ കഴിയും. അതുപോലെ തന്നെ പാപം ചെയ്യുവാനും നമ്മുടെ നാവാൻ കഴിയും. എന്നാൽ നാവ് കൊണ്ട് തന്നെ ആശ്വസിപ്പിക്കുവാൻ കഴിയും. പക, പിണക്കം, വിദ്വേഷം എന്നിവ പെട്ടെന്ന് ഉണ്ടാക്കുവാൻ നാവിന് കഴിയും എന്ന് പറഞ്ഞാൽ പ്രധാന പങ്ക് വഹിക്കുന്നു. എല്ലാറ്റിലുപരിയായി നിലനിൽക്കുന്ന സ്നേഹം വർദ്ധിപ്പിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. നാവിനെ നിയന്ത്രിക്കാം എന്ന് നിങ്ങളോട് പറയാൻ വളരെ എളുപ്പമാണ്. എന്നാൽ ഒരു പക്ഷേ എന്റെ നാവിനെ നിയന്ത്രിക്കാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ഉദാഹരണമായിട്ട് 1-2 വാക്യങ്ങൾ കൂടി പറഞ്ഞിട്ട് വായിച്ചിട്ട് ഞാൻ എന്റെ ഈ പ്രോഗ്രാമിൽ നിന്ന് വിരമിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ഉദാഹരണമായിട്ട് പറയുന്നത് യാക്കോബ് 3-ാം അധ്യായത്തിന്റെ 5 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ വീട്ടിൽ ചെന്നിട്ട് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ വീണ്ടും 1-2 വാക്യങ്ങൾ ഞാൻ വാക്യനാക്കുന്നത് സദൃശ്യവാക്യം 18-20. മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ. സങ്കീർത്തനം 145-3 പറയുന്നു, യഹോവേ എന്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എന്റെ അധരദ്വാരം കാക്കണം. സങ്കീർത്തനം 39 പറയുന്നു, ദുഷ്ടൻ ഇരിക്കുമ്പോൾ എന്റെ വായ കടിഞ്ഞാണിട്ട് കാക്കുമെന്ന് ഞാൻ പറഞ്ഞു. വളരെ അർത്ഥവത്തായ മനോഹരമായ ഒരു ഭാവന നമ്മൾക്ക് കേൾക്കുവാൻ ദൈവം ഇടയാക്കി. പ്രിയ ദേവദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേക പീനിയ ചർച്ചിലെ വൈപ്പിയുടെ പ്രവർത്തനങ്ങളെ, അവിടെയുള്ള ദേവദാസനെയും കുടുംബത്തെ ഈ തരുണത്തിൽ ഓർക്കുകയാണ്. തുടർന്ന് നമ്മളൊരു സോളോ സോങ്ങും കൂടെ കേൾക്കുവാൻ വേണ്ടി പോവുകയാണ്. അതിനായി ചിലുക്കര ദൈവസഭയിലെ സിസ്റ്റർ സിന്ധുവിനെ ക്ഷണിക്കുന്നു. വളരെ മനോഹരമായ രീതിയിൽ ഗാനം ആലപിച്ച പ്രിയ സിസ്റ്റർ സിന്ധുവിനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അവിടെയുള്ള ചിലക്കരയിലുള്ള ദൈവസഭ, അവിടെയുള്ള ദേവദാസൻ കുടുംബം, വൈപ്പിയുടെ പ്രവർത്തനങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നാം അനൗൺസ്മെൻറ്റ്സിനായിട്ടും അതുപോലെ തന്നെ ഒരു ദൈവവചന ചിന്തയ്ക്കായിട്ടും വേണ്ടി കടന്നു പോവുകയാണ്. അതിനായി വൈപ്പിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ വിൽസൺ കെ ചാക്കോ അവരുകളെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
നവംബർ മാസം YP സ്റ്റേറ്റ് പ്രോഗ്രാമിൽ കൂടെ നിങ്ങളെല്ലാവരെയും അഭിസംബോധനം ചെയ്യുവാൻ ദൈവം തന്ന വലിയ സ്വരത്തിനായി ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാ ദൈവസഭകളിലും YP മുടക്കമില്ലാതെ നടക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. YP സ്റ്റേറ്റ് ബോർഡിൽ ചേർന്ന് പ്രവർത്തിപ്പാൻ താല്പര്യമുള്ള യുവാക്കന്മാർക്ക് ഒരു സ്വർണ്ണ അവസരം ഉണ്ട്. YP സ്റ്റേറ്റ് ബോർഡിലേക്ക് വോളണ്ടിയേഴ്സിനായി ഞങ്ങൾ ഇപ്പോൾ അപേക്ഷകൾ സ്വീകരിക്കുന്നു. അങ്ങനെ ഈ YP സ്റ്റേറ്റ് ബോർഡിൽ ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള യുവാക്കന്മാർ ദയവായി താഴെ കാണുന്ന YP സ്റ്റേറ്റ് സെക്രട്ടറി ബ്രദർ ജസ്വിൻ ഷാജിയെ ബന്ധപ്പെടുക. കൂടുതൽ വിവരം പ്രിയ ദൈവദാസൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. Praise the Lord. Greetings to you all in the matchless name of our Lord and Savior Jesus Christ. It's an immense pleasure to share the word of God in this November month YP program. For today's meditation, I would like to give a very short message what God spoke to me last week. I would like to title this sermon as In Christ, where we would be talking about three things. One is our position, then our privilege and our purpose. For today's keyword, let's turn our Bible to Ephesians chapter 1 verse 3. Actually, they have taken the sermon from verses 3 to 14. Anyhow, I'm going to read only the verse 3. It states like this: Blessed be the God and Father of our Lord Jesus Christ, who has blessed us with every spiritual blessing in heavenly places in Christ. So as I said earlier, it is going to be mainly focused on what is or how we can lead a Christian life in Christ. The phrase in Christ actually appears 160 times in New Testament. The equivalent, the Greek word for in Christ is en Christo. One of the most profound theological expressions of our identity and relationship with God. This phrase encapsulates the entire Christian experience, like salvation, sanctification, security, and service. To be in Christ is not merely to believe in Him, but to be united with Him, to share in His death, then in resurrection and in exaltation. This we read in Romans 6, 3-5. Apostle Paul presents the believer's entire spiritual existence as being hidden in Christ. We could reference that in Colossians 3:3. This is not a figurative notion, but it's a divine reality, a spiritual location of grace and glory. The Christian life is not about what we do for Christ, but what God has done in Christ, consequently through us. So as we said, we are going to see mainly the three things. We'll start with the position in Christ, which is the foundation of grace. The first thing in that is we are chosen in Christ. He chose us in Him before the foundation of the world, is what we read in Ephesians 1:4. Before the time began, God determined that those who are in Christ would be holy and blameless before Him. The Greek word exelexto means to select for oneself. This emphasizes the divine initiative, not the human merit. We were not chosen because we were holy. We were chosen unto holiness. The eternal election affirms that our position in Christ is not by accident, but by divine appointment. For illustration, we can read that in Old Testament, just as Noah found safety in the ark amidst God's judgment, the believer finds eternal safety in Christ. The ark was God's provision against destruction. Christ is God's provision for redemption. So the first what we saw is He chose us. The second what we would like to see is we need to stay in Christ, not only because He chose us,
because he redeemed us. If you see the same Ephesians 1:7, it says, in him we have redemption through his blood and forgiveness of sins. The Greek term apolluteresis denotes a release by payment of ransom. In Christ, our debt is paid, our guilt removed, and our bondage broken. The cross was not a tragic accident, it was a triumphant transaction. Christ didn't merely purchase our pardon, he secured our adoption into God's family. So this we see in the kinsman redeemer who restored the lost inheritance. That's Boaz who did that for Ruth. Likewise, Jesus, our kinsman redeemer, took on flesh to redeem those under law, that we could read in Galatians chapter 4, verse 4 to 5. The last but not the least, we are justified in Christ. We need to stay in Christ because we are justified in Christ. As the passage Romans 5:1 states, therefore, being justified by faith, we have peace with God through our Lord Jesus Christ. Which means we have justified by faith, but that didn't happen because of somebody else. It happened because of Jesus Christ. So we need to be in Christ because we are justified by him. What do you mean by justified? Justified means to be justified is to be declared righteous in God's sight. Not by our works, but the faith in Christ's finished work. Our standing before God is no longer one of condemnation, but of commendation, that we read in Romans 8:1. Let's just imagine a criminal pardoned and declared innocent, not because of his own innocence, but because of another who bore his punishment. This is what it means to be in Christ. To conclude, let me recap what we just meditated. We need to be in Christ because our Jesus chose us, because our Jesus redeemed us, and lastly, he justified us. He not only chose us, he also redeemed us. He not only redeemed us, he also justified us. So let us all strive to be in Christ so that we would be able to lead a victorious Christian life. May God bless you all with this word. Stay in Christ until we see next time. God bless you. നമ്മളോട് ഈ സമയം ദൈവജനം അറിയിച്ച അനൗൺസ്മെൻറ്റ്സ് ചെയ്ത YPയുടെ സ്റ്റേറ്റ് പ്രസിഡൻ്റ് ആയിരിക്കുന്ന ഡോക്ടർ വിൽസൺ കെ ചക്കോറോൾക്ക് നന്ദി അറിയിക്കുകയാണ്. ഇതുവരെ ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിച്ചു. ഈ നവംബർ മാസത്തിലെ പ്രോഗ്രാമുകളൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച എല്ലാ ദൈവദാസന്മാർക്കും എല്ലാ കുഞ്ഞുങ്ങൾക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. തുടർന്നും നിങ്ങളുടെ ചർച്ചിലുള്ള YP പ്രോഗ്രാമുകൾ വളരെ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്ത് സമയാസമയങ്ങളിൽ ഞങ്ങളെ എത്തിച്ചു തരിക. അത് ഞങ്ങളുടെ തുടർന്നുള്ള മാസങ്ങളിൽ ഞങ്ങൾ ആ YP പ്രോഗ്രാമുകൾ യൂട്യൂബിൽ നമ്മൾ ഇടുന്നതായിരിക്കും. ഒരു മാസം നിങ്ങളുടെ പ്രോഗ്രാമുകൾ ഇട്ടില്ല എങ്കിലും അടുത്ത മാസങ്ങളിലുള്ള ഓരോ മാസങ്ങളിലും നമ്മൾ പ്രോഗ്രാമുകൾ നമ്മൾ ഇടുന്നതായിരിക്കും. തുടർന്നും നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും അതുപോലെ തന്നെ സപ്പോർട്ടുകളും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാ YP സെക്രട്ടറിമാർക്കും ദൈവദാസന്മാർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. തുടർന്ന് നമ്മളൊരു ഗ്രൂപ്പ് സോങ് കൂടെ കേൾക്കുവാൻ വേണ്ടി പോവുകയാണ്. അതിനായി സർജാപുര നമ്മുടെ ദൈവസഭയിലെ പ്രിയ കുഞ്ഞുങ്ങൾ ജോവാന, അനീഷ്, എസ്തർ, ബെന്നിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നാഥനവനെന്നും കൂടെയുണ്ട്. ആയിരമായി
കൃപയാൽ കൃപയാൽ നിത്യം സ്നേഹിച്ച സ്നേഹമിത കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയത് ഉച്ചവരേവരും കൈവിടുമ്പോൾ കൂട്ടിനവൻ എന്റെ കൂടെ വരും മരണത്തിൻ താഴ്വര പോകിടുമ്പോൾ തെല്ലും ഭയമിനി കേശുകില്ല കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയത് കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിത. വളരെ മനോഹരമായ രീതിയിൽ ഗ്രൂപ്പ് സോങ് അവതരിപ്പിച്ച പ്രിയ കുഞ്ഞുങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സർജാപുര ചർച്ചിനെയും അവിടെയുള്ള വൈപ്പിയുടെ പ്രവർത്തനങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ നാളിലൊക്കെ ദൈവം വൈപ്പിയുടെ പ്രവർത്തനങ്ങളെ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടത്തുവാൻ ദൈവം ഇടയാക്കി. പ്രത്യേകിച്ച് നമ്മൾ നടത്തുന്ന ഓൺലൈൻ വൈപ്പി വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കഴിഞ്ഞ 3-4 മാസത്തോളം നമുക്ക് ചെയ്യുവാൻ ദൈവം ഇടയാക്കി. ഈ പ്രവർത്തനങ്ങളിലൊക്കെ ദൈവസഭ, ദൈവദാസന്മാർ, വൈപ്പി സെക്രട്ടറിമാർ കാണിച്ച എല്ലാ സപ്പോർട്ടുകൾക്കും ദൈവനാമത്തിൽ ഒരിക്കൽ കൂടി വൈപ്പി സ്റ്റേറ്റ് ബോർഡിൻ്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുകയാണ്. തുടർന്നും നിങ്ങളുടെ ചർച്ചിൽ നടക്കുന്ന പ്രോഗ്രാമുകൾ ഷൂട്ട് ചെയ്ത് ഞങ്ങളെ യഥാസമയം ഞങ്ങൾക്ക് തരികയാണെങ്കിൽ അത് തുടർന്നുള്ള മാസങ്ങളിൽ വൈപ്പിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് അത് നമ്മൾ റിലീസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ആ പ്രോഗ്രാമുകളൊക്കെ ഷൂട്ട് ചെയ്ത് ഞങ്ങൾക്ക് അയക്കുവാൻ നിങ്ങൾ ഉത്സാഹിക്കുക. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ കാണിച്ച എല്ലാ സപ്പോർട്ടുകൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ പ്രാർത്ഥിച്ച് ഈ മാസത്തെ വൈപ്പി പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കണ്ണുകളെ ദൈവത്തിൽ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ഞങ്ങളുടെ ഈ നവംബർ മാസത്തിലെ വൈപ്പി പ്രോഗ്രാമുകൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടക്കുവാൻ ദൈവം ഞങ്ങളെ ഇടയാക്കി. ഞങ്ങളുടെ ദയക്കായി വിശ്വസിക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുവാൻ ഞങ്ങളുടെ സഹോദരങ്ങളെ ദൈവം ശക്തീകരിച്ച് ഞങ്ങളുടെ ദയക്കായി വിശ്വസിക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്. തുടർന്ന് വൈപ്പിയുടെ പ്രവർത്തനങ്ങൾ, ലോക്കൽ ചർച്ചുകളിലുള്ള വൈപ്പിയുടെ പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കുവാൻ ദൈവം ഞങ്ങളെ ഇടയാക്കണം. ഞങ്ങളെ ശക്തീകരിക്കണം, ബലപ്പെടുത്തുമാറാണെന്ന് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഞങ്ങൾ കാണും വരെ ഞങ്ങളുടെ ചെറുമറിൽ കത്തുവരുവലിക്കണം. പ്രാർത്ഥനയായി സ്തോത്രം ചെയ്യുന്നു, യേശുനാമത്തിൽ തന്നെ, ആമേൻ. നവംബർ മാസത്തിലെ ഈ വൈപ്പി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാമുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാൻ നിങ്ങൾ ഉത്സാഹിക്കുക. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത മാസം നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ വീണ്ടും കാണും വരെ കർത്താവിൻ്റെ ചെറുമറയിൽ നമ്മളെ കാത്തുപരിപാലിക്കുകയും നമ്മൾ പരസ്പരം പ്രാർത്ഥന ഓർക്കുവാനും ചെയ്യുവാൻ ഇടയാകട്ടെ എന്ന് ഓർപ്പിച്ചുകൊള്ളുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.